മിസൈൽ സാങ്കേതികവിദ്യ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാർ അനുമതി. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സാങ്കേതികവിദ്യ കൈമാറാം. പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ലാൽകുമാർ വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ലാൽ, ഈ സാങ്കേതികവിദ്യ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുമ്പോൾ അത് ഏത് രീതിയിൽ വേണം കാണാൻ? ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി എന്താണ്? ഇപ്പോൾ ഈ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഈ അറിയിപ്പ് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതിൽ സ്വകാര്യ മേഖലകളെ തെരഞ്ഞെടുക്കുന്നതിൽ ചില മാനദണ്ഡങ്ങളുണ്ടാവും. ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഏതൊരാൾക്കും ഇത്തരത്തിൽ ഈ മിസൈൽ നിർമ്മാണത്തിലേക്ക് കടക്കാം എന്ന കാര്യമാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. അതിൽ പരമ്പരാഗതമായി നിർമ്മിക്കുന്ന മിസൈലുകളാണ് ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികൾക്ക് ഇതിന്റെ സാങ്കേതിക വിദ്യ കൈമാറാനുള്ള തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൽ ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്നുള്ള കാര്യത്തിൽ പട്ടിക പ്രതിരോധ മന്ത്രാലയം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിൽ ഈ ആകാശ് എയർ ഡിഫൻസ് ഉൾപ്പെടെയുള്ളവ പെടുന്നുണ്ട് എന്ന കാര്യം, അവ കൂടി ഉൾപ്പെടും എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ ഈ സ്വകാര്യ മേഖലയിലേക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ ഇപ്പോൾ വിമർശനമായി. ഈ സ്വകാര്യവൽക്കരണത്തിനെതിരെ നേരത്തെ തന്നെ ഉണ്ടായ പല മേഖലകളും ഇത്തരത്തിൽ സ്വകാര്യ തലത്തിലേക്ക് കേന്ദ്ര സർക്കാർ മാറ്റിയിരുന്നു. അതിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ ഇക്കാര്യത്തിലും ഇപ്പോൾ തുടരുന്നുണ്ട്. അത്തരത്തിൽ ആണ് ഒരു സ്വയം പര്യാപ്തതയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യക്കകത്ത് തന്നെ ഇത്രയും മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നതിനും.